ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ നമ പാർവതീപതേ. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. നിക്കണ ഗുരുവായൂരപ്പാ ശരണം. നമ്മള് ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് എല്ലാവരും കൊച്ചുകുട്ടികളൊക്കെയുള്ള വീടുകളിലും അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ വസ്തുക്കൾ വാങ്ങിക്കുമ്പോഴും നമ്മുടെ വീട്ടിൽ നല്ലൊരു എന്തെങ്കിലും ഒരു നല്ലൊരു വീട് പണിയുക അങ്ങനെയൊക്കെ ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ പറയാണ്ട് നാവേറ് പറ്റുക, കണ്ണു പറ്റുക, കരുനാക്ക് പറ്റുക, അറം പറ്റുക അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ചില നാളുകാർ ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞാൽ ആ പറയുന്ന കാര്യങ്ങൾ ഫലിക്കും. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം നമ്മളെ അങ്ങനെയുള്ള ദൃഷ്ടിദോഷങ്ങളും കരിനാക്കും ഒന്നും ബാധിക്കാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്, അതായത് നാമം നന്നായിട്ട് ജപിക്കുന്ന ആൾക്കാരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബാധിക്കുകയില്ല. അതിനുവേണ്ടി നമ്മൾ പൊതുവായിട്ട് പറയേണ്ട പരിഹാരങ്ങളാണ്. അതായത് ഗരുഡന്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെ സങ്കല്പിക്കുക മനസ്സിൽ. എന്നിട്ട് നമ്മൾ സന്ധ്യനാമം ജപിക്കുമ്പോൾ ഒരു 108 അല്ലെങ്കിൽ 1008 ജപിക്കാൻ പറ്റുന്നവർക്ക് 1008 ജപിക്കുക. അങ്ങനെ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് നാമം രാവിലെ പ്രാതസന്ധ്യക്കാണേലോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ത്രിസന്ധ്യക്കാണെങ്കിലോ എപ്പോഴാണോ നമ്മൾ നാമം ജപിക്കുന്ന സമയത്ത് ഒരു ഗരുഡന്റെ പുറത്ത് ഇരിക്കുന്ന മഹാവിഷ്ണുവിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ എന്ന നാമമന്ത്രം 18 ജപിക്കാം, 21 ജപിക്കാം, 41 ജപിക്കാം, 56 ജപിക്കാം, 108 ജപിക്കാം, അല്ലെങ്കിൽ 1008 ജപിക്കുക. അത് നമുക്ക് പറ്റുന്ന എത്രയായാലും ഒരു 12 എണ്ണമെങ്കിലും മിനിമം നമ്മൾ ജപിക്കണം. എല്ലാ ദിവസവും ജപിക്കണം. നമ്മൾ സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്ന കൂടെ ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മളെ ബാധിക്കത്തില്ല. അതായത് നമ്മുടെ ശരീരത്തിന് പുറത്തൂടെ ഒരു ഓറയുണ്ട്. ആ ഓറയിലാണ് ഇങ്ങനെയുള്ള ദുഷിച്ച വാക്കുകൾ പറയുന്നതും ദുഷിച്ച നോട്ടവും ഒക്കെ വന്ന് തട്ടുന്നത്. ആ ഓറയ്ക്ക് അപ്പം നെഗറ്റീവ് എനർജി വരുന്നതുകൊണ്ടാണ് നമ്മളെ ഇങ്ങനെ ഉള്ള കാര്യങ്ങളും ബാധിക്കുന്നത്. അതേസമയം ഈ ഓം നമോ നാരായണായ എന്ന മന്ത്രം എല്ലാ ദിവസവും ജപിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അവരുടെ ഓറ ശുദ്ധമായിരിക്കും. ശരീരത്തിന്റെ പുറത്തൂടെ നമ്മളെ ചുറ്റി ഉള്ള ഓറ വർക്ക് ചെയ്യുന്നത് പോസിറ്റീവ് എനർജി ആയിരിക്കും. അതായത് അതുകൊണ്ടാണ് നമ്മൾ ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ ആ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നത്. അതായത് ദേവിയുടെ അല്ലെ ദേവന്റെ ആ ക്ഷേത്രത്തിന് ചുറ്റും ആ പ്രദക്ഷിണ വഴിയിൽ കൂടി ഒരു ഓറ ഉണ്ട്. ആ ഓറയിൽ നമ്മൾ കയറി പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തുള്ള ഓറയിൽ ശുദ്ധമാകുകയാണ്. അതുകൊണ്ടാണ് അമ്പലത്തിൽ പ്രദക്ഷിണ വഴിയും പ്രദക്ഷിണം വയ്ക്കുന്ന രീതികളും ഒക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ മന്ത്രം, അതായത് ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം ജപിക്കുക. 108 ജപിക്കാൻ പറ്റുന്നവർക്ക് ഏറ്റവും നല്ലത്. അതായത് എത്ര ജപിക്കുന്നോ അതനുസരിച്ച് നമ്മുടെ ഓറ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ആ നെഗറ്റീവ് എനർജി ബാധിക്കാനുള്ള സാഹചര്യം കുറഞ്ഞു വരും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഗരുഡ പഞ്ചാക്ഷരി നന്നായിട്ട് അറിയാവുന്നവർ ജപിച്ച, അതായത് ഗരുഡ പഞ്ചാക്ഷരി ഉപാസിക്കുന്ന ആൾക്കാർ ജപിച്ചു കൊടുക്കുന്ന ചരട് കെട്ടുക. അതുപോലെ ഇപ്പം വീട്ടിലുള്ള എന്തെങ്കിലും മരങ്ങൾക്കോ അല്ലെ വീടിനോ ഒക്കെ അങ്ങനെ കണ്ണേറ് കിട്ടിയാൽ ഗരുഡ പഞ്ചാക്ഷരി കൃത്യമായിട്ട് ജപിക്കാൻ അറിയാവുന്ന ആൾക്കാർ ഉപാസകർ ജപിച്ച് ആ വെള്ളം കൊണ്ട് തളിച്ചാലും അതിന് വ്യത്യാസം വരുന്നതാണ്. പിന്നെ നരസിംഹ
യന്ത്രം ധരിക്കുന്നത്. അതായത് നരസിംഹസ്വാമിയുടെ യന്ത്രം നന്നായിട്ട് എഴുതാൻ അറിയാവുന്നവർ എഴുതി ശരീരത്ത് ധരിച്ചാൽ അങ്ങനെ ധരിച്ചിട്ടുള്ള ആൾക്കാരെയും ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും ബാധിക്കില്ല. അതുപോലെ സൗന്ദര്യ ലഹരിയിലെ 20ാമത്തെ ശ്ലോകം നമുക്ക് പാടാൻ പറ്റുമെങ്കിൽ അത് ചൊല്ലിയാലും അതെല്ലാ നിത്യം ചൊല്ലുന്ന ആൾക്കാരെയും ഇങ്ങനെയുള്ള ദോഷങ്ങൾ ബാധിക്കില്ല. പിന്നെ നമുക്ക് പറ്റുമെങ്കിൽ നരസിംഹസ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയി തൊഴുക. അതുപോലെ തന്നെ നരസിംഹ ഗായത്രി ഉണ്ട്, അത് സന്ധ്യയ്ക്ക് ജപിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളതായ ദോഷങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. അപ്പം എല്ലാവരും നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യുന്ന ഓം നമോ നാരായണായ എന്ന മന്ത്രം, അതായത് ആ അക്ഷരം മന്ത്രം നമ്മൾ ജപിച്ചാൽ നമ്മളുടെ നെഗറ്റീവ് എല്ലാം മാറി പോസിറ്റീവ് എനർജി നിറയും. നമുക്ക് അതിൻ്റെതായ അഭിവൃദ്ധിയും സന്തോഷവും ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് നമ്മുടെ 24 മണിക്കൂറിൽ നിന്നും 1 മിനിറ്റ് അതിനുവേണ്ടി ചെലവാക്കിയാൽ നമുക്ക് ഒരു നഷ്ടം ഉണ്ടാവുമല്ലോ. അതെല്ലാവരും അങ്ങനെ അതിനുവേണ്ടി 1 മിനിറ്റ് ചെലവാക്കി അത് ജപിച്ചു തുടങ്ങണമെന്ന് ഞാൻ എല്ലാവരോടും വിനീതമായി പറയുകയാണ്. കാരണം കൊച്ചുകുട്ടികളും അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാരും യുവത്വത്തിലേക്ക് കടന്ന ആൾക്കാരും എല്ലാവർക്കും ഒരുപോലെ ജപിക്കാൻ പറ്റുന്ന മന്ത്രമാണ് ഓം നമോ നാരായണായ. അപ്പം എല്ലാവരും 108 തവണ തന്നെ, അതായത് 108 നമ്മൾ എങ്ങനെ ജപിക്കും എന്ന് നമ്മൾ ഓർക്കും. അതായത് ഒരു കുറച്ച് മുത്ത് മേടിച്ച് 108 മുത്തെടുത്ത് ഒരു ചരടിൽ കോർത്ത് വയ്ക്കുക. എന്നിട്ട് ആ ചരടിൽ കോർത്ത് ഓരോ മുത്ത് എണ്ണി എന്നിട്ട് ചരടിന്റെ അടുത്തൊരു കെട്ടിട്ട് വെക്കുക. ആ കെട്ടാവുന്നിടം വരെ അത് എണ്ണി കഴിയുമ്പോൾ 108 ആവും. അങ്ങനെ നമുക്ക് 108 ജപിക്കാവുന്നതാണ്. അപ്പം 108 തവണ ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഒരുപാട് കുടിച്ച്, അതായത് നമ്മുടെ ഓറയങ്ങ് തീരെ പോകുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെയാണ് ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതും അതുപോലെ തന്നെ മദ്യപാനം മയക്കുമരുന്നിലേക്കൊക്കെ പോകുന്നത്. ആ ഓറയ്ക്ക് ഒട്ടും പവർ ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി അവരുടെ വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ ഇത് ജപിച്ചാൽ മതി. അവര് ഉള്ള സമയത്ത് അവർക്ക് അതിന്റെ ആ ജപം അവരുടെ ശരീരത്തിൽ വരെ എത്തുന്ന ഫ്രീക്വൻസിയിൽ അത് ജപിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ദുഷിച്ച സ്വഭാവം കുറേശ്ശെയായിട്ട് ഇല്ലാതായി വീട്ടിൽ സന്തോഷവും സമാധാനവും ഒക്കെ വരുന്നതാണ്. അപ്പൊ എല്ലാവരും ഈ ജപം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഹരേരാമ മന്ത്രം നിത്യം ജപിക്കുന്നവരെ ഇങ്ങനെയുള്ള ദോഷങ്ങൾ മാത്രമല്ല, യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും ബാധിക്കില്ല. ഒരു തരത്തിലുള്ള ബാധകളോ അല്ലെങ്കിൽ മറ്റുള്ള പൈശാചിക ദോഷങ്ങളോ അങ്ങനെയുള്ള ഒരു ഓരോറയും എല്ലാ ദിവസവും ഹരേരാമ മന്ത്രം, അതായത് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള ഹരേരാമ മന്ത്രം ജപിക്കുന്ന ആൾക്കാർക്ക് ഒരു തരത്തിലുള്ള ദോഷങ്ങളും ബാധിക്കുകയില്ല. അതും 108 തവണ ജപിക്കാൻ, എല്ലാ ദിവസവും 108 തവണ ജപിക്കാൻ സാധിക്കുന്നവർ അത് ചെയ്യും. അതിൽ കൂടുതലായിട്ട് ജപിക്കാൻ സാധിക്കുന്ന എത്ര തവണ നമ്മൾ നാമജപം കൂട്ടുന്നു അതിനനുസരിച്ച് നമ്മൾക്ക് പ്രകൃതിയിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് അഭിവൃദ്ധി ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പം നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധിയാക്കി വെക്കാനായിട്ടാണ് നമ്മുടെ ഈ നാമജപം കൊണ്ട് ഉള്ള മഹിമ. അപ്പൊ ആ മഹിമ എന്താന്ന്, നാമജപത്തിന്റെ മഹിമ മനസ്സിലാക്കി, അക്ഷരത്തിന്റെ മഹിമ മനസ്സിലാക്കി നമ്മൾ ഒരു സ്ഥലത്തിരുന്ന് കുറച്ച് നാൾ നാമം ജപിക്കുന്നു. അപ്പൊ ആ നാമജപത്തിന്റെ നാമവീജികൾ ആ അന്തരീക്ഷത്തെ മുഴുവൻ ശുദ്ധമാക്കും. അത് കഴിഞ്ഞ് കുറെ നാളുകൾ നമ്മൾ പോയി കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ആ സ്ഥലത്ത് വരുമ്പോൾ എന്തെങ്കിലും ഒരു ആപത്ത് നമുക്ക് വരുന്നു എന്ന് വിചാരിക്കുക. ആ ആപത്ത് വരുന്ന സമയത്ത് ഈ അന്തരീക്ഷത്തിൽ കിടക്കുന്ന നാമ അക്ഷരങ്ങൾ, അതായത്
അതായത് അക്ഷരലക്ഷങ്ങളാണ്. അക്ഷരലക്ഷങ്ങൾ ഈ നമ്മൾ ജപിച്ച നാമം അന്തരീക്ഷത്തിൽ കിടക്കുകയാണ്. ആ അന്തരീക്ഷത്തിൽ കിടക്കുന്ന ആ അക്ഷരങ്ങളുടെ ഫ്രീക്വൻസി നമുക്ക് രക്ഷയായി മാറും. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് ഒരു അപകടം നടന്നാൽ വീണ്ടും 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 അവിടെ വണ്ടി അപകടങ്ങളും അങ്ങനെയൊക്കെ നടക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു നെഗറ്റീവ് ഓറ ക്രിയേറ്റ് ചെയ്യും. ആദ്യത്തെ അപകടം നടക്കുമ്പോൾ തന്നെ അവിടെ ഒരു നെഗറ്റീവ് എനർജി ഓറ ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേഷനിൽ നിന്ന് പിന്നെ എല്ലാവരും പറഞ്ഞു അവിടെ വരുമ്പോൾ നമ്മളെല്ലാവരും പറയും, ഇവിടെയാണ് അപകടം നടന്നത് ഇവിടെ. അപ്പം ആ ഓറയ്ക്ക് ശക്തി കൂടി കൂടി വരും. അപ്പം അത് പിന്നെ അങ്ങനെ ഒരു അപകടം ഉണ്ടാകത്തക്ക രീതിയിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോഴേക്കിന് പിന്നെ അതിന് ശക്തി കൂടും. നെഗറ്റീവ് എനർജിക്ക് ശക്തി കൂടിയാൽ നെഗറ്റീവായ കാര്യങ്ങൾ നടക്കും. പോസിറ്റീവ് എനർജിക്ക് ശക്തി കൂടിയാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. അപ്പം അങ്ങനെയാണ് ഈ അപകടങ്ങളൊക്കെ ഒരു സ്ഥലത്ത് തന്നെ കൂടുതൽ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അവിടുത്തെ ആ ഓറയ്ക്ക്, അവിടുത്തെ ആ അന്തരീക്ഷത്തിൽ നെഗറ്റീവ് പവർ, നമ്മുടെ അക്ഷരങ്ങളുടെ പവർ, അതായത് നമ്മൾ അവിടെ വരുമ്പം ഇവിടെ അപകടം ഉണ്ടായ സ്ഥലമാണ്, ഇവിടെ അപകടം ഉണ്ടായ സ്ഥലം അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ആ സ്ഥലത്ത് അപകടത്തിൻ്റെതായ സൂചനകൾ അന്തരീക്ഷത്തിൽ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന ആ അക്ഷരങ്ങളാണ് വീണ്ടും അവിടെ അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്നത്. അതേസമയം ആ പ്രദേശത്തെ നമ്മൾ എങ്ങനെങ്കിലും പോസിറ്റീവ് എനർജിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന അപകടങ്ങളൊക്കെ കുറയുന്നതായിരിക്കും. പിന്നെ അവിടെ അപകടം ഉണ്ടാകാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അതിനുവേണ്ടി ആരും ഇന്നത്തെ കാലത്ത് ആർക്കും സമയമില്ല, ആരും ശ്രമിക്കുക. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അപകടങ്ങൾ ഉണ്ടായാൽ അവിടുത്തെ നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റാൻ ആ നാട്ടിലുള്ള ആൾക്കാരോ അല്ലെ അവിടെ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആധ്യാത്മിക ആചാര്യന്മാരോ ആധ്യാത്മികമായിട്ട് ഇതിനെക്കുറിച്ചുള്ള അറിയാവുന്ന ആൾക്കാരോ പ്രവർത്തിക്കുന്നതായിരുന്നു. ഇന്ന് അതൊന്നും ആരും പ്രവർത്തിക്കുന്നില്ല, ആർക്കും അതിനൊന്നും സമയമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്താണേലും നമ്മൾ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ നാമം ജപിച്ചുകൊണ്ട് യാത്ര ചെയ്താൽ ഒരുമാതിരിപ്പെട്ട അപകടങ്ങളൊക്കെ നമ്മളെ അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടും, അത്യപൂർവമായിട്ട് രക്ഷപ്പെടും. അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ കുഞ്ഞിന് 2-2.5 വയസ്സ് പ്രായം, അതായത് സ്കൂട്ടറിൻ്റെ മുമ്പിൽ പിടിച്ച് നിൽക്കാം അത്രയും ആയിട്ടുള്ളൂ. അപ്പം ഞാനൊരു ദിവസം ഞങ്ങൾ അന്നേരം സത്യസായി ബാബയുടെ ഭജൻസിന് പോകാൻ ഞങ്ങളുടെ തൊട്ടടുത്ത് ഭജന മന്ദിരമുണ്ട്. അപ്പം അവിടെ അന്ന് വേദം പഠിപ്പിക്കാൻ വേണ്ടി ഒരു ആചാര്യൻ വരുന്നു എന്ന് അതിൻ്റെ സംഘാടകർ അറിയിച്ചപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ടാണ് പോകുന്നത് വേദം പഠിപ്പിക്കാൻ. ഞങ്ങളുടെ തൊട്ടടുത്താണ്. അപ്പം അങ്ങനെ ഒരു അവസരം നമ്മളെ തേടി വന്ന് നമ്മളെ അവർ വിളിച്ചറിയിക്കുകയും ചെയ്തപ്പോൾ അതിന് പോകാനായിട്ട് ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ്. അവിടെ പോയി ഈ വേദ പഠനമെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് അപ്പം ഞങ്ങൾ ഭാഗവതം പഠിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെ ഭാഗവതം പഠിപ്പിക്കുന്ന ടീച്ചർ അപ്പം ഞങ്ങൾക്ക് ഇടത്ത് സൈഡിലോട്ടാണ് സ്കൂട്ടർ ഓടിച്ചു പോകേണ്ടത് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പം ഞാൻ സ്കൂട്ടർ എടുത്ത് കുഞ്ഞു മുമ്പിൽ പിടിച്ചു നിൽക്കുകയാണ്. സ്കൂട്ടർ എടുത്ത് വഴിയിലോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ടീച്ചർ അന്നേരം എന്നോട് വിളിച്ചു ചോദിക്കുകയാണ്, മോളെ എന്നെ ടൗണിൽ വരെ ഒന്ന് പിക്ക് ചെയ്യാവോ എന്ന് ചോദിക്കുന്നു. അപ്പം ടൗണിലോട്ട് പോകേണ്ട വലത് വശത്തോട്ടാണ്. അപ്പം ഞാൻ ഇടത് വശത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടോ ഇല്ലയോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പം ഞായറാഴ്ച ദിവസമാണ്, അധികം തിരക്കൊന്നും ഇല്ലാത്ത ദിവസമാണ്. ഞാൻ റോഡിലോട്ട് കയറിയിട്ട് ഞാൻ പെട്ടെന്ന് വലത്തോട്ട് തിരിഞ്ഞപ്പോൾ 2 സൈഡിലും നോക്കിയപ്പോൾ ഒരു വണ്ടിയും വരുന്നില്ല. ഞാൻ വണ്ടി എടുത്ത് ടീച്ചർ പുറകിലിരിക്കുന്നു, എൻ്റെ കുഞ്ഞു മുമ്പിൽ നിൽക്കുന്നു. ഞാൻ വണ്ടി എടുത്ത് വലത്തോട്ട് തിരിയുകയും ഒരു ബസ് നല്ല സ്പീഡിലായി ബസ് വന്ന് എന്താ സംഭവിച്ചതെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. അതിനുള്ളിൽ ഈ ബസ്സിലിരുന്ന ആൾക്കാരെല്ലാം കണ്ടോണ്ടാണ് ഞാൻ ഈ ബസ്സിലോട്ട് നോക്കുന്നത്. ആ ബസ്സിലോട്ട് നോക്കുമ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഈ സ്കൂട്ടറിൽ ചെന്ന് ഈ ബസ്സിന്റെ പള്ളക്കോട്ട് ഇടിച്ചു കയറാൻ ആണ് പോകുന്നത്. അത് കണ്ടോണ്ടാണ് ഇവര് കാറുന്നത്. അപ്പുറത്തെ സമിതി നിൽക്കുന്ന ആൾക്കാർ അവിടെ നിന്ന് കാറുന്നു. എൻ്റെ കുഞ്ഞോ ടീച്ചറോ ഒന്ന് അനങ്ങിയാല് സ്കൂട്ടർ മറിഞ്ഞ് ഈ വണ്ടിയുടെ അടിയിലോട്ട് കയറും. വണ്ടിക്കാരെന്നിട്ട് വെട്ടിച്ചു മാറ്റി റോഡിന്റെ പകുതി അപ്പുറത്തെ സൈഡിലേക്ക് വെട്ടിച്ചു മാറ്റി ആണ് വന്നത്. എന്നാൽ പോലും ഞങ്ങൾ ചെന്നതിന്റെ നേരെ എങ്ങനെയാണെന്നറിയത്തില്ല എൻ്റെ സ്കൂട്ടറിൽ നിന്ന്
ആ വണ്ടിക്ക് പാരലായിട്ട് നിന്നു. ഒന്നും ആർക്കും സംഭവിച്ചില്ല. അതാണ് ഭഗവാന്റെ അത്ഭുതം എന്ന് പറയുന്നത്. കാരണം നമ്മൾ നാമം ജപിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ ഇറങ്ങി വരും. എനിക്ക് അതായത് അന്നേരം ആ ഭഗവാന്റെ ഭാഗവതം പഠിപ്പിക്കുന്ന ആ ടീച്ചർക്ക് എൻ്റെ പുറകിൽ കയറാനായിട്ട് തോന്നിയത് ചിലപ്പോൾ എനിക്ക് സംഭവിക്കേണ്ടിയിരുന്ന അപകടത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ വന്ന് സ്കൂട്ടറിന്റെ പുറകിൽ കയറിയതായിട്ടാണ് ഞാൻ കരുതുന്നത്. ആ കുഞ്ഞോ ടീച്ചറോ ആരെങ്കിലും ഒന്ന് അനങ്ങിയായിരുന്നെങ്കിൽ, എൻ്റെ കൈയൊന്നു വിറച്ചിരുന്നെങ്കിൽ ആ വണ്ടിയുടെ അടിയിലേക്ക് ഞങ്ങൾ പോയെന്നാണ്. അത് കഴിഞ്ഞ് ആ കണ്ടക്ടർ എന്നെ കണ്ടപ്പം പറയാണ്, ചേച്ചി ഞാൻ കണ്ണടച്ച് നിൽക്കുകയായിരുന്നു വണ്ടിയായിരുന്നു, നിങ്ങൾ 3 പേരും കൂടെ ആ വണ്ടിയുടെ അടിയിൽ കയറിയെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചത്. ഞങ്ങളെല്ലാം കണ്ണടച്ച് പിടിച്ച് നിൽക്കുമായിരുന്നു, ആ കാഴ്ച കാണാൻ വയ്യാഞ്ഞിട്ടെന്ന് ഞങ്ങളുടെ അടുത്തുള്ള ഒരു പയ്യനായിരുന്നു കണ്ടക്ടർ എന്നോട് പറഞ്ഞതാണ്. അതാണ് നമ്മൾ നാമജപത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അത് നമ്മൾ അനുഭവിച്ചറിയണം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നാമം ജപിക്കൂ. ഭഗവാന്റെ നാമം ജപിച്ചാൽ തീരാത്ത ഒരു പ്രശ്നങ്ങളും ഈ ഭൂമിയിലില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം എന്താന്ന് ചോദിച്ചാൽ, പ്രശ്നങ്ങൾക്ക് നടുവിൽ കൂടി ജീവിക്കാനാണ് ഭഗവാൻ നമുക്കൊരു മനുഷ്യജന്മം തന്നിരിക്കുന്നത്. ആ മനുഷ്യജന്മത്തിൽ നമ്മൾ പ്രശ്നങ്ങൾക്ക് നടുവിൽ കൂടി തുഴഞ്ഞു വേണം മുമ്പോട്ട് പോകാനായിട്ട്. അപ്പം പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകും. പക്ഷേ ഈ തുഴയാൻ പെട്രോള് ഒഴിച്ചാൽ മാത്രമേ വണ്ടി ഓടുകയുള്ളൂ. അതുപോലെ നമുക്ക് തുഴഞ്ഞു മുമ്പോട്ട് പോകാനായിട്ട് നമ്മുടെ കൈകൾക്കും കാലുകൾക്കും മനസ്സിനും ശക്തി തരണമെങ്കിൽ നാമജപം വേണം. അതിനുവേണ്ടി നിങ്ങൾ നാമം ജപിക്കും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നിങ്ങൾ ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം ജപിക്കുക എല്ലാവരും.